ഈ കാര്യങ്ങളൊക്കെ ചെയ്താലും ഇനി മുതൽ നിങ്ങൾക്ക് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കിട്ടിയെന്ന് വരാം. പലർക്കും അറിയാത്ത കാര്യങ്ങളാണിത്. നമസ്കാരം, ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ മറ്റുള്ളവരുടെ വീഡിയോ ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ ചാനലിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അവർ നിങ്ങൾക്ക് ചിലപ്പോൾ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് തന്നെന്ന് വരാം. ഈ പോളിസിയെക്കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷേ ഈ കോപ്പിറൈറ്റ് പോളിസിയിൽ ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇനി മുതൽ പല വഴികളിലൂടെയായിരിക്കും നിങ്ങൾക്ക് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കിട്ടാൻ പോകുന്നത്. അതുകൊണ്ട് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഈ കോപ്പിറൈറ്റ് സ്ട്രൈക്കിൽ നിന്നും ഇനി മുതൽ എങ്ങനെ രക്ഷപ്പെടാം, അതുപോലെ ഈ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കിട്ടാതിരിക്കാൻ എന്തൊക്കെ തെറ്റുകളാണ് നിങ്ങൾ നിങ്ങളുടെ ചാനലിൽ ചെയ്യാൻ പാടില്ലാത്തത്. ഈ എല്ലാ കാര്യങ്ങളും ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നതാണ്. നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്താൽ ലാസ്റ്റ് വരെ കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, നിങ്ങളുടെ കമൻസ് തന്നെ അറിയിക്കുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനലിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഇവിടെ പഴയ റൂൾ എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു റൂളായിരുന്നു. അതായത് നമ്മൾ ആരുടെയും വീഡിയോ ഡൗൺലോഡ് ചെയ്ത് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് അവർക്ക് മനസ്സിലായി കഴിഞ്ഞാൽ അവർക്ക് വേണമെങ്കിൽ നമുക്കൊരു കോപ്പിറൈറ്റ് സ്ട്രൈക്ക് തരാം. ഇത് മനസ്സിലാകുന്നതും രണ്ട് രീതിയിൽ മനസ്സിലാക്കാൻ പറ്റും. ഒന്ന്, നമ്മുടെ ചാനലിൽ കോപ്പിറൈറ്റ് മാച്ച് ടൂൾ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ കയറി അവർ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ അവരെ കാണിക്കും നമ്മൾ അവരുടെ വീഡിയോ 100% കോപ്പി ചെയ്തിട്ടുണ്ടോ, 50% കോപ്പി ചെയ്തിട്ടുള്ളൂ, അതോ 10% കോപ്പി ചെയ്തിട്ടുള്ളൂ, എത്രമാത്രം അവരുടെ വീഡിയോ നമ്മൾ കോപ്പി ചെയ്തിട്ടുണ്ടോ അത് കറക്റ്റായിട്ട് അവരെ അവിടെ കാണിക്കും. അപ്പോൾ അവർക്ക് വേണമെങ്കിൽ അവിടെ വെച്ച് നമുക്കൊരു കോപ്പിറൈറ്റ് സ്ട്രൈക്ക് തരാം. രണ്ട്, അവർ ചിലപ്പോൾ ഈ കോപ്പിറൈറ്റ് മാച്ച് ടൂൾ നോക്കിയിട്ടുണ്ടാവില്ല. പക്ഷേ അവർ യൂട്യൂബിൽ മറ്റ് വീഡിയോസൊക്കെ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ ഈ വീഡിയോ അവരുടെ മുന്നിൽ എത്തിക്കഴിഞ്ഞാൽ അത് കാണുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലാവും, ആഹാ ഇത് എൻ്റെ വീഡിയോ ആണല്ലോ, എൻ്റെ വീഡിയോ അവർ കോപ്പി ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അവിടെ വെച്ചും വേണമെങ്കിൽ അവർക്ക് നമുക്കൊരു കോപ്പിറൈറ്റ് സ്ട്രൈക്ക് തരാവുന്നതാണ്. പക്ഷേ ഈ കോപ്പിറൈറ്റ് പോളിസിയിൽ ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഈ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ നിങ്ങളോട് പറയുന്നതാണ്. പക്ഷേ അതിനു മുമ്പ് നിങ്ങൾ ഇതുകൂടി മനസ്സിലാക്കുക, നിങ്ങൾക്ക് ആരെങ്കിലും കോപ്പിറൈറ്റ് സ്ട്രൈക്ക് തന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ചാനലിൽ അത് എന്ത് എഫക്റ്റാണ് ഉണ്ടാക്കുന്നത് ഇതുകൂടി നിങ്ങൾ മനസ്സിലാക്കുക. വളരെ സിമ്പിളായിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങൾ മറ്റൊരാളുടെ വീഡിയോ ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ ചാനലിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങൾ 100% കോപ്പി ചെയ്താലും 50% കോപ്പി ചെയ്താലും 10% കോപ്പി ചെയ്താലും ശരി, അവർക്ക് വേണമെങ്കിൽ അവർ നിങ്ങൾക്കൊരു കോപ്പിറൈറ്റ് സ്ട്രൈക്ക് തരും. പലരും വിചാരിച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട്, മറ്റുള്ളവരുടെ വീഡിയോയുടെ 10 സെക്കൻഡ് മാത്രം കോപ്പി ചെയ്യാം, ബാക്കി പാർട്ടുകൾ എൻ്റെ സ്വന്തമായ വീഡിയോസൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ചിലപ്പോൾ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കിട്ടത്തില്ല എന്ന് കരുതുന്ന ചില ആളുകളുണ്ട്. പക്ഷേ നിങ്ങൾ ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾ ആരുടെയും വീഡിയോയുടെ 10 സെക്കൻഡ് കോപ്പി ചെയ്താൽ പോലും അവർക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് തരാൻ പറ്റും. ഈ കാര്യം ആദ്യം അങ്ങ് മനസ്സിലാക്കുക. ഇങ്ങനെ ഒരു കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ചാനലിൽ നിന്ന് ആ വീഡിയോ ഡിലീറ്റ് ആയി പോകും, നിങ്ങൾക്ക് അവിടെ ഒരു സ്ട്രൈക്ക് വീണ് കിടക്കുകയും ചെയ്യും. അതുപോലെ യൂട്യൂബ് ആരാണോ നിങ്ങൾക്ക് ഈ സ്ട്രൈക്ക് തന്നത് അവരുടെ ഇമെയിൽ ഐ ഡിയും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. ഈ ഇമെയിൽ ഐ ഡി തരുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ആരാണോ നിങ്ങൾക്ക് സ്ട്രൈക്ക് തന്നത് അവരുമായി സംസാരിച്ച് നിങ്ങൾക്കൊരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ എത്താവുന്നതാണ്. അങ്ങനെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ എത്തി അയാൾ സമ്മതിക്കുകയാണെങ്കിൽ അയാൾ നിങ്ങളുടെ ഈ സ്ട്രൈക്ക് തിരിച്ചെടുക്കും. ഇങ്ങനെ തിരിച്ചെടുക്കുന്നതിന് സ്ട്രൈക്ക് റിട്രാക്ട് ചെയ്യുക എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഇനി മുതൽ നിങ്ങൾ ആരുടെയും വീഡിയോ ഇതുപോലെ കോപ്പി ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതേപോലെ സ്ട്രൈക്ക് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ അവരുമായി സംസാരിക്കുക. അവരുടെ ഇമെയിൽ ഐ ഡി യൂട്യൂബ് തരുന്നുണ്ടല്ലോ, അപ്പോൾ അതിലൂടെ നിങ്ങൾ അവരുമായി സംസാരിച്ച് ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ എത്താൻ നോക്കുക. അവർ സമ്മതിച്ചു കഴിഞ്ഞാൽ അവർ നിങ്ങളുടെ ഈ സ്ട്രൈക്ക് റിട്രാക്ട് ചെയ്തു തരും. പക്ഷേ നിങ്ങൾക്ക് ഇവിടെ തോന്നുകയാണ് നിങ്ങൾ ഇവിടെ ഒരു തെറ്റും ചെയ്തിട്ടില്ല, നിങ്ങൾ അയാളുടെ വീഡിയോ കോപ്പി ചെയ്തിട്ടേ ഇല്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു കൗണ്ടർ നോട്ടിഫിക്കേഷൻ യൂട്യൂബിൽ സബ്മിറ്റ് ചെയ്യാൻ പറ്റും. ഇത് സക്സസ് ആവുകയാണെങ്കിൽ യൂട്യൂബ് നിങ്ങളുടെ ആ വീഡിയോ തിരിച്ചു തരികയും ചെയ്യും. ഇതെങ്ങനെ ചെയ്യണമെന്നുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവർ ഈ ഐ ബട്ടൺ ക്ലിക്ക് ചെയ്ത വീഡിയോ കാണുക. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. ഇനി ഇവിടെ നിങ്ങൾ കറക്റ്റായിട്ട് കാര്യം മനസ്സിലാക്കുക, നിങ്ങൾക്ക് ഒരു കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ആ വീഡിയോ ഡിലീറ്റ് ആയി പോകും, അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. 90 ദിവസം വരെ ആ സ്ട്രൈക്ക് നിങ്ങളുടെ ചാനലിൽ അവിടെ കിടക്കും. പക്ഷേ അത് കഴിഞ്ഞ് ഈ 90 ദിവസത്തിനുള്ളിൽ രണ്ടാമത്തെ ഒരു സ്ട്രൈക്ക് കൂടെ കിട്ടിക്കഴിഞ്ഞാലും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, ആ രണ്ടാമത്തെ വീഡിയോയും ഡിലീറ്റ് ആയി പോകും. പക്ഷേ 90 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് 3 അതിൽ കൂടുതലോ സ്ട്രൈക്ക് കിട്ടുകയാണെങ്കിൽ യൂട്യൂബ് നിങ്ങൾക്ക് ഒരു 7 ദിവസത്തെ സമയം മാത്രം തരും. ഈ 7 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് ആരൊക്കെയാണോ ഈ സ്ട്രൈക്ക് തന്നിട്ടുള്ളത് അവരുമായി സംസാരിച്ച് നിങ്ങൾക്ക് ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ എത്താവുന്നതാണ്. അവർ നിങ്ങളുടെ സ്ട്രൈക്ക് റിട്രാക്ട് ചെയ്ത് തരികയാണെങ്കിൽ നിങ്ങൾ രക്ഷപ്പെടും. അതല്ല അവർ നിങ്ങളുടെ സ്ട്രൈക്ക് റിട്രാക്ട് ചെയ്യുന്നില്ലെങ്കിൽ, അതല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കുക നിങ്ങൾക്കൊരു 10 സ്ട്രൈക്ക് ഒന്നിച്ച് കിട്ടിയിട്ടുണ്ട്, അതിലൊരു 7 പേര് നിങ്ങൾ സ്ട്രൈക്ക് റിട്രാക്ട് ചെയ്ത് തന്നു, പക്ഷേ ഇപ്പോഴും 3 സ്ട്രൈക്ക് നിങ്ങളുടെ ചാനലിൽ തന്നെ കിടക്കുന്നുണ്ടെങ്കിൽ ഈ 7 ദിവസം കഴിഞ്ഞാൽ യൂട്യൂബ് നിങ്ങളുടെ ചാനൽ റിമൂവ് ചെയ്ത് കളയും. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് 90 ദിവസത്തിനുള്ളിൽ 3 അതിൽ അധികമോ സ്ട്രൈക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ചാനൽ റിമൂവ് ആയി പോകും. ഇതാണ് ഇവിടെ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് എന്തൊക്കെ ചേഞ്ചുകളാണ് ഈ കോപ്പിറൈറ്റ് പോളിസിയിൽ വന്നിട്ടുള്ളത് ആ കാര്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ എങ്ങനെയാണ് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കിട്ടുന്നതെന്നുള്ളത്. മറ്റുള്ളവരുടെ വീഡിയോ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ചെറിയ പാട്ടാണെങ്കിൽ പോലും അവർ നമുക്ക് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് തന്നെന്ന് വരാം. അപ്പോൾ കുറച്ച് ചേഞ്ചുകൾ ഈ പോളിസിയിൽ ഇപ്പോൾ വന്നിട്ടുണ്ട്. ആ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്കിനി നോക്കാം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പലർക്കും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ ഇനി ഇവിടെ പറയാൻ പോകുന്നത്. അതിൽ ഒന്നാമത്തേത്, നിങ്ങൾ ആരുടെയെങ്കിലും ഇമേജ് യൂസ് ചെയ്താലും അവർ നിങ്ങൾക്ക് സ്ട്രൈക്ക് തന്നെന്ന് വരാം.
രണ്ടാമത്തേത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് നിങ്ങൾ ഏതെങ്കിലും ഒരു മ്യൂസിക് കൺസേർട്ടോ മ്യൂസിക് ഫംഗ്ഷനോ ഏതെങ്കിലും പാർട്ടിയിലോ ഫംഗ്ഷനിലോ ഒക്കെ ചെന്നിട്ട് അവിടെ ചെന്ന് നിങ്ങൾ നിങ്ങളുടെ ഫോൺ എടുത്ത് ആ മ്യൂസിക് കൺസേർട്ട് ഷൂട്ട് ചെയ്യും. നിങ്ങൾ വിചാരിക്കും ഇത് എൻ്റെ വീഡിയോ ആയി, ഞാനിത് അപ്ലോഡ് ചെയ്യാം. ഒരിക്കലുമല്ല, അത് നിങ്ങളുടെ വീഡിയോ അല്ല. അത് ആ കൺസേർട്ട് അല്ലെങ്കിൽ ആ ഫംഗ്ഷൻ ഓർഗനൈസ് ചെയ്തിരിക്കുന്നവർക്കാണ് അതിനുള്ള റൈറ്റ്. അവരുടെ വീഡിയോ ആണ്. അവർ നിങ്ങൾക്ക് ലീഗൽ നോട്ടീസ് വഴി നിങ്ങൾക്ക് സ്ട്രൈക്ക് തരാൻ പറ്റും. അവരുടെ ചാനൽ ഇത് അപ്ലോഡ് ചെയ്തിട്ടില്ലെങ്കിൽ പോലും അവർക്ക് ഈ ലീഗൽ നോട്ടീസ് വഴി നിങ്ങൾക്ക് ഇവിടെ സ്ട്രൈക്ക് തരാൻ പറ്റും. അതുകൊണ്ട് ഈ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പലർക്കും ഇത് സംഭവിച്ചിട്ടുണ്ട്. അതായത് നിങ്ങൾ ആരുടെയെങ്കിലും സ്ക്രിപ്റ്റ് കോപ്പി ചെയ്യുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ആയിട്ട് നിങ്ങളൊരു കോമഡി വീഡിയോ കോപ്പി ചെയ്ത് ആ കോമഡി വീഡിയോയിൽ ഇപ്പോൾ ക്യാരക്ടേഴ്സ് 2 പെണ്ണുങ്ങളും 2 ആണുങ്ങളും ഉണ്ടെങ്കിൽ അതേപോലെ തന്നെ ഡിറ്റോ സെയിം ടു സെയിം നിങ്ങളും അതേപോലെ 2 പെണ്ണുങ്ങളെയും 2 ആണുങ്ങളെയും വെച്ച് സെയിം സ്ക്രിപ്റ്റ് കോപ്പി ചെയ്ത് നിങ്ങൾ വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യുന്ന വീഡിയോയ്ക്കും കോപ്പിറൈറ്റ് സ്ട്രൈക്ക് തരാം. ഇങ്ങനെ ചില ആളുകൾക്ക് ഇപ്പോൾ സംഭവിക്കുന്നുണ്ട്. അതുപോലെ വേറൊരു ചെറിയ കാര്യം, പലർക്കും അറിയാത്ത ഒരു കാര്യമാണ്. അതായത് നിങ്ങൾ ഏതെങ്കിലും പാട്ടിൻ്റെ ലിറിക്സ് നിങ്ങളുടെ ഡിസ്ക്രിപ്ഷനിൽ ആ സിറ്റീസ് അതേപോലെ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിനും നിങ്ങൾക്ക് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കിട്ടാവുന്നതാണ്. പലർക്കും അതിനും കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഇതും നിങ്ങൾ സൂക്ഷിക്കുക. അതുപോലെ മറ്റൊരു കാര്യം, നിങ്ങളിൽ പലർക്കും അറിയാത്ത ഒരു കാര്യമായിരിക്കാം. അതായത് നിങ്ങളൊരു വീഡിയോ ചെയ്യുകയാണ്, നിങ്ങൾ ആ വീഡിയോയിലൂടെ പറയുകയാണ് ഈ മൂവി ഡൗൺലോഡ് ചെയ്യാൻ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ചിലപ്പോൾ ആ മൂവിയുടെ ഒരു സീനുകളും ഒരു ക്ലിപ്പുകളും നിങ്ങൾ ആ വീഡിയോയിലൂടെ കാണിക്കുന്നില്ലായിരിക്കാം. പക്ഷേ ആ മൂവി എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം എന്ന് പറയുന്ന ലിങ്ക് നിങ്ങൾ അവിടെ കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്താലും നിങ്ങൾക്ക് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കിട്ടും. എന്താണെന്നറിയാമോ? നിങ്ങളവിടെ സ്വയം പൈറസി ചെയ്യുകയാണ്. അതുപോലെ മറ്റുള്ളവരിലേക്ക് നിങ്ങൾ പൈറസി വളർത്തുകയാണ്. ഇതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. അതായത് നിങ്ങൾ നിങ്ങളുടെ വീഡിയോയിലൂടെ ഏതെങ്കിലും പെയ്ഡ് സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ പെയ്ഡ് ആപ്ലിക്കേഷൻ, അതായത് ഇത്തരത്തിലുള്ള സോഫ്റ്റ്വെയർ നമ്മൾ യൂസ് ചെയ്യണമെങ്കിൽ നമുക്കതിന് പൈസ കൊടുക്കേണ്ടി വരും. ഇങ്ങനെ ഉള്ള പെയ്ഡ് സോഫ്റ്റ്വെയറിൻ്റെ ക്രാക്ഡ് വേർഷൻ എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം എന്ന് നമ്മൾ വീഡിയോയിലൂടെ പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഈ സോഫ്റ്റ്വെയർ കമ്പനി നമുക്ക് സ്ട്രൈക്ക് തന്നെന്ന് വരാം. അതുകൊണ്ട് ഇനി മുതൽ നിങ്ങൾ ഈ ഒരു കാര്യം കൂടെ സൂക്ഷിക്കുക. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്താലും ഇനി മുതൽ നമുക്ക് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കിട്ടാവുന്നതാണ്. അതുപോലെ 3 സ്ട്രൈക്ക് നമുക്ക് ഒന്നിച്ച് വന്നു കഴിഞ്ഞാൽ 7 ദിവസത്തെ സമയം കിട്ടത്തുള്ളൂ. അത് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ റിമൂവ് ആയി പോകുന്നതുമാണ്. അതുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം ഇനി മുതൽ നിങ്ങൾ സൂക്ഷിക്കുക. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, നിങ്ങളുടെ കമൻസ് ഒന്ന് അറിയിക്കുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനലിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ യൂസ്ഫുൾ ആയ മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.